ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്രസ്സിങ് ഓഫ് മീറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് നമ്മുടെ സിലബസിനകത്ത് കാണാൻ പറ്റുന്ന എന്താണ് ഇവാലുവേഷൻ, ഗ്രേഡിങ് ആൻഡ് ഫാബ്രിക്കേഷൻ അല്ലേ. അതിനകത്ത് നമ്മൾ ഇവാലുവേഷൻ അത് മൊത്തം എടുക്കും കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഇവാലുവേഷൻ നോക്കാം. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മെയിനായിട്ട് നമ്മുടെ മീറ്റിൻ്റെ കാർക്കാസൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ. നമ്മൾ എന്താണ് അതിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനെ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആക്കി മാറ്റണം അല്ലേ. നല്ല ക്വാളിറ്റി ഉള്ളത്, അതുപോലെ തന്നെ എന്താണ് മീഡിയം ക്വാളിറ്റി, പുവർ ക്വാളിറ്റി, അങ്ങനെ അതിനെ ഗ്രേഡൊക്കെ ചെയ്യണം. അപ്പോൾ ആ ഇവാലുവേഷനാണ് ആദ്യം നോക്കുന്നത്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഗ്രേഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവാലുവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യുക. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിനായിട്ട് നോക്കുക. അതിനകത്ത് ഒന്നെന്ന് പറയുമ്പോൾ കൺഫർമേഷൻ. എന്താണ് കൺഫോമേഷൻ? കൺഫോമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് നോക്കുന്നുള്ളതെന്ന് പറയുമ്പോൾ ഒരു ജനറൽ ബിൽറ്റാണ്. അതായത് നമ്മുടെ മീറ്റിൻ്റെ ഫോം, അതേത് ഷേപ്പിലാണുള്ളത്, അതിൻ്റെ ഔട്ട്ലൈന്, സൈഡ്, കട്ട്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ കൺഫോമേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം വിച്ച് റെഫേഴ്സ് ടു ദ ജനറൽ ബിൽറ്റ്. ജനറലായിട്ടുള്ള ഒരു ബിൽറ്റ്, ഫോം, ഷേപ്പ്, കോണ്ടർ or outline of carcass, sides or cuts that yield greatest quantity of edible meat. നമ്മുടെ ഉദ്ദേശം എന്താണ്, നല്ല ക്വാളിറ്റിയുള്ള എഡിബിൾ ആയിട്ടുള്ള മീറ്റ് നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടണം അല്ലേ. ഹൈ ക്വാളിറ്റി ഉള്ള മീറ്റ് നല്ല ഹൈ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ജനറലായിട്ട് നമ്മളതിൻ്റെ ആ ഒരു ബിൽറ്റും ഷേപ്പും ഫോമൊക്കെ നോക്കുകയാണ്. സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ, അതായത് ഒരു സുപ്പീരിയർ കൺഫർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഷോർട്ട് നെക്കായിരിക്കണം. അതുപോലെ തന്നെ ഷോർട്ട് നെക്കും അതുപോലെ തന്നെ ഷാങ്കും ആയിരിക്കണം. അതിൻ്റെ ബാക്കൊക്കെ തിക്ക് ബാക്സ് ആയിരിക്കണം, ബാക്ക് തിക്കായിരിക്കണം. ഓക്കെ, വിത്ത് ഫുൾ ലോയിൻ റീജിയൻ ആൻഡ് പ്ലംബ് ലെഗ്സ്. അപ്പോൾ മെയിനായിട്ട് ഓർക്കേണ്ടത് ഷോർട്ട് നെക്ക് ആൻഡ് ഷാങ്ക്, തിക്ക് ബാക്സ് വിത്ത് ഫുൾ ലോയിൻ റീജിയൻ ആൻഡ് പ്ലംബ് ലെഗ്സ്. ഇതാണ് സുപ്പീരിയർ കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കൺഫർമേഷനാണ്. അതിനകത്ത് നമ്മൾ എന്താ പറഞ്ഞാൽ ജനറൽ ബിൽറ്റാണ് നോക്കുക. ആ ജനറൽ ബിൽറ്റിനകത്ത് സുപ്പീരിയർ ജനറൽ ബിൽറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോം, ഷേപ്പ്, കോണ്ടർ, അതുപോലെ തന്നെ ഔട്ട്ലൈൻ ഓഫ് കർക്കസ്, സൈഡ്സ്, കട്ട്സ് എല്ലാം നമ്മൾ നോക്കും. അതാണ് ഫസ്റ്റായിട്ട് വന്നത് ഈ കൺഫർമേഷൻ. അതിനകത്ത് നമ്മൾ സുപ്പീരിയർ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഷോർട്ട് നെക്കായിരിക്കും, ഷോർട്ട് ഷാങ്ക് ആയിരിക്കും, തിക്ക് ബാക്സ് ആയിരിക്കും, തിക്ക് ബാക്സ് വിത്ത് ഫുൾ ലോയിൻ റീജിയൻ ആൻഡ് പ്ലംബ് ലെഗ്സ്. ഇതാണ് സുപ്പീരിയർ കൺഫർമേഷനകത്ത് വരിക. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫിനിഷാണ്. ഇതെന്ന് പറയുമ്പോൾ ഫിനിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ എഫ് അല്ലേ, അപ്പോൾ അവിടെ മെയിനായിട്ട് ഓർക്കേണ്ടത് ഫാറ്റ് എന്നാണ്. സോ ഇറ്റ് മീൻസ് ദ ക്വാളിറ്റി ഓഫ് ഫാറ്റ്, കളർ ഓഫ് ഫാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാറ്റ്. അപ്പോൾ നമ്മുടെ മീറ്റിനകത്ത് എത്രത്തോളം അതിൻ്റെ ക്വാളിറ്റി, ഫാറ്റിൻ്റെ കളറ്, ഫാറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് നമ്മൾ ഫിനിഷിൻ്റെ കേസിൽ നോക്കുന്നുള്ളത്. ഒരു മോഡറേറ്റ് ഫാറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ മോഡറേറ്റ് ഫാറ്റ് ഇൻക്രീസസ് ദ ഈറ്റിംഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഒരു മോഡറേറ്റ് ഫാറ്റ് ഉണ്ടാകുമ്പോഴാണ്. അതിനർത്ഥം എന്താണ്, ഇൻക്രീസസ് ദ ഈറ്റിംഗ് ക്വാളിറ്റി. അതായത് ഒരു ജ്യൂസിനെസ്, ഒരു ടെൻഡർനെസ് ഒക്കെ ഒരു മോഡറേറ്റ് ഫാറ്റിൻ്റെ കേസിലാണ് നല്ലത്. അതായത് കൂടുതൽ ഫാറ്റ് ഉണ്ടാവാൻ പാടില്ല, കുറവ് ഫാറ്റ് ഉണ്ടാവാനും പാടില്ല. നമുക്ക് എപ്പോഴും വേണ്ട എന്താണ്, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഫാറ്റാണ്. ആ സമയത്താണ് മോഡറേറ്റ് ഫാറ്റിൻ്റെ സമയത്താണ് നമുക്ക് എന്താണ് ഈറ്റിംഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക. അതായത് അതിൻ്റെ ഫ്ലേവർ, ഒരു ജ്യൂസിനെസ്, ഒരു ടെൻഡർനെസ് ഒക്കെ നമുക്ക് ഉണ്ടാവാം. നമുക്കറിയാം ചില സമയത്ത് നമുക്കതിങ്ങനെ ച്യൂയിങ്കം പോലെ നമ്മളിങ്ങനെ ചവച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരാറുണ്ട് ചില മീറ്റ് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ അതെന്താണ് നമുക്ക് നല്ലൊരു മീറ്റായിട്ട് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ഈ ഫാറ്റ് എപ്പോഴും മോഡറേറ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം, ഫിനിഷിങ് നല്ലതാണെന്ന് പറയാം അല്ല, നല്ലതാണെന്ന് പറയാം. അപ്പോൾ ജ്യൂസിനെസ്സും ടെൻഡർനെസ്സും ഒക്കെ നോക്കും. ഇതിൻ്റെ ബേസിസിലാണ്, ഈ ഫാറ്റിൻ്റെ ബേസിസിലാണ്. ഫാറ്റിൻ്റെ കളറ്, ഫാറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ നോക്കുന്നുള്ളത്. പിന്നെ മാർബ്ലിങ് എന്ന് പറയുന്ന ഒരു ടേം നമ്മളിവിടെ നോക്കാനുണ്ട്. ഫാറ്റ് ഫിനിഷിങ്ങിൻ്റെ കേസിൽ പറയുമ്പോൾ മാർബ്ലിങ്, അതായത് ലിവിങ് ഓർഗാനിസത്തിൽ നമുക്കിത് നോക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മളിവിടെ എന്താണ് ഇവാലുവേഷൻ ചെയ്യുന്നുള്ളത് കാർക്കസ് അല്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന മീറ്റിൻ്റെ ഒക്കെ ഫിഗറിനകത്ത് നോക്കുകയാണെങ്കിൽ ചിലർ മാർബിൾ പോലെ, അതായത് റെഡ് കളറിലല്ല മീറ്റ് ഉണ്ടാവുക, അതിനിടയിൽ ഇങ്ങനെ വൈറ്റ് ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളത് മാർബിളിങ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ മീറ്റിൻ്റെ
മീറ്റിൻ്റെ ഒരു ഫിഗർ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. റെഡ് കളർ മീറ്റിന് ഇടയിലായിട്ട് ഇങ്ങനെ മാർബിളിലൊക്കെ കാണുന്ന പോലെ ഒരു വൈറ്റ് ലൈൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. അതെന്താണ്? ഇൻട്രാ മസ്കുലാർ ഫാറ്റാണ്. നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ മീറ്റിൽ എന്തുണ്ട്? അതിനുള്ളിലായിട്ട് ഇടയിൽ ഇതാ, ഇതിപ്പോൾ കറക്റ്റ് ലൈനിലൊന്നുമല്ല, ഇങ്ങനെയൊക്കെ നമുക്ക് വൈറ്റ് കളർ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതെന്താണ്? അതിന് ഇടയിലായിട്ടുള്ള ഫാറ്റാണ്. അപ്പോൾ അതാണ് എന്ത്? മാർബിളിങ് എന്ന് പറയുന്നത്. സോ സുപ്പീരിയർ ഫിനിഷ്, നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയുക, മോഡറേറ്റ് ഫാറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സുപ്പീരിയർ ഫിനിഷ്, ഇവിടെ സുപ്പീരിയർ കോൺഫർമേഷൻ പറഞ്ഞില്ലേ, അതേപോലെ സുപ്പീരിയർ ഫിനിഷ് വേണമെങ്കിൽ എന്താണ്? സഫീഷ്യൻറ്റ് മാർബിളിങ് അവിടെ ഉണ്ടായിരിക്കണം. സഫീഷ്യൻറ്റ് മാർബിളിങ് ഉണ്ടെങ്കിലാണ് നമുക്ക് സുപ്പീരിയർ ഫിനിഷ് കിട്ടുക, അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള മീറ്റ് നമുക്ക് കിട്ടുക. പിന്നെ എക്സസീവ് ഫാറ്റ് ആണെങ്കിൽ നമുക്ക് പറ്റില്ല കേട്ടോ. ഇവിടെ മോഡറേറ്റ് ആണല്ലോ പറഞ്ഞത്. എക്സസീവ് ഫാറ്റ് ആണെങ്കിൽ നമ്മുടെ മീറ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡിങ് കുറയും, പുവർ ക്വാളിറ്റിയിലാണ് വരിക. നമുക്കൊരു മോഡറേറ്റ് ക്വാളിറ്റിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഫിനിഷിങ് കഴിഞ്ഞു, കൺഫർമേഷൻ കഴിഞ്ഞു. ഇനി അടുത്തതാണ് എന്തെന്ന്? ക്വാളിറ്റി ഓഫ് മീറ്റ്. എന്താണ്? ക്വാളിറ്റി ഓഫ് മീറ്റ്. ഈ ക്വാളിറ്റി ഓഫ് മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ഫാക്ടേഴ്സ് ഉണ്ട്. പല ഫാക്ടേഴ്സ്, അതായത് ഇപ്പോൾ നമ്മുടെ മീറ്റിൻ്റെ ഏത് ബ്രീഡാണ്, ഏത് സ്പീഷീസാണ്, അതിൻ്റെ ഏജ് എത്രയാണ്, അതിന് എത്രത്തോളം ഫാറ്റ് ഉണ്ട്, അങ്ങനെ പലതരം ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് നോക്കുക, ക്വാളിറ്റി ഓഫ് മീറ്റ് ഫൈനലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ഇവാലുവേഷൻ്റെ കേസിൽ ചെയ്യാറുള്ളത്. എന്തൊക്കെയാണ്? കൺഫർമേഷൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? സുപ്പീരിയർ ആണെങ്കിൽ ഷോർട്ട് നെക്കും ഷാങ്കും, അതുപോലെ തന്നെ വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നത് ഷോർട്ട് നെക്കും ഷാങ്കും ആയിരിക്കണം. അതുപോലെ തന്നെ തിക്കായിട്ടുള്ള ബാക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ തിക്ക് ബാക്ക് വിത്ത് ഫുൾ ലോയിൻ റീജിയൻ ആൻഡ് പ്ലംപ് ലെഗ്സ്. അതാണ് കൺഫർമേഷൻ്റെ കേസിൽ പറഞ്ഞത്. പിന്നെ നമുക്ക് ഫിനിഷ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കാം ഫാറ്റ് എന്ന് തന്നെ ഓർക്കുക. ഫാറ്റിൻ്റെ ക്വാളിറ്റി, ഫാറ്റിൻ്റെ കളറ്, ഫാറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നോക്കുന്നത്. മോഡറേറ്റ് ഫാറ്റ് ആണെങ്കിൽ നമുക്ക് ഈറ്റിംഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാം, അതായത് ജ്യൂസിനെസ്, ആ ഒരു ടെൻഡർനെസ് ഒക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പിന്നെ ഫിനിഷിൽ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് മാർബിളിങ്. സഫീഷ്യൻറ്റ് മാർബിളിങ് ഉണ്ടെങ്കിൽ ആ മാറ്റ് സുപ്പീരിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വരുന്നത് ക്വാളിറ്റി ഓഫ് മീറ്റ് ആണ്. ഈ ക്വാളിറ്റി ഓഫ് മീറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതിങ്ങനെ നമുക്ക് സിംപ്ലി പറയാൻ പറ്റില്ല നല്ല ക്വാളിറ്റി ഓഫ് മീറ്റ് ആണെന്ന് നമുക്ക് സിംപ്ലി പറയാൻ പറ്റില്ല. പലതരം ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇവാലുവേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് ഗ്രേഡിങ്. ഈ ഗ്രേഡിങ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഗ്രേഡിങ് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ ABCDE എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മീറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാറ്റഗറൈസ്, ഇപ്പോൾ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് എടുത്താലും നിങ്ങൾക്ക് A ക്വാളിറ്റി അല്ലേ, A ഗ്രേഡാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മളെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് തന്നെ വെച്ച് നോക്കിയാലും A ഗ്രേഡ് കിട്ടുന്ന കുട്ടികളുണ്ട്, B ഗ്രേഡ് കിട്ടുന്നവരുണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, F വരെ കിട്ടുന്ന കുട്ടികളുണ്ട്. അതിനർത്ഥം എന്താണ്? A ഗ്രേഡ് എന്ന് പറയുമ്പോൾ നല്ല കുട്ടികളാണെന്നല്ല കേട്ടോ, നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളാണ്. B എന്ന് പറയുമ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികളാണ്. C എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മാർക്ക് കുറഞ്ഞ കുട്ടികളാണ്. അപ്പോൾ അതേതാണ്? ഓരോ എക്സാമിനും അത് ഓരോ ടൈപ്പിലാണ്. ചില കുട്ടികൾ മാത്സിൽ നല്ല കുട്ടികളായിരിക്കും, അവർക്ക് അപ്പോൾ മാത്സിൽ A ഗ്രേഡ് കിട്ടും. ചിലവർ ഇംഗ്ലീഷിലായിരിക്കും, അവർക്ക് ഇംഗ്ലീഷിൽ A ഗ്രേഡ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ മീറ്റും. ചില മീറ്റ് നല്ലതായിരിക്കും, ചിലത് അത്ര നല്ല ക്വാളിറ്റി ഇല്ലതായിരിക്കില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഏതിൻ്റെ കേസിൽ? ഗ്രേഡിങ്ങിൻ്റെ കേസിൽ. അതുപോലെ തന്നെ നല്ല മീറ്റ് ആണെങ്കിൽ A ഗ്രേഡ് വരും അല്ലേ. A ഗ്രേഡ് ആണെങ്കിൽ അവിടെ അതിൻ്റെ മാർക്കറ്റിംഗ്, അതിന് നല്ല ഡിമാൻഡായിരിക്കും. എല്ലാവരും നല്ല മീറ്റല്ലേ ചോദിച്ച് വാങ്ങിക്കുള്ളൂ, പുവർ ക്വാളിറ്റി വാങ്ങിക്കില്ലല്ലോ. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ടൈമിലും ഈ ഗ്രേഡിങ് നല്ലൊരു റോൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബയേഴ്സിനും അതുപോലെ തന്നെ മീറ്റ് ഇൻഡസ്ട്രിക്കും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബയേഴ്സ് എന്തായാലും ഏത് നോക്കിയിട്ടേ വാങ്ങിക്കുള്ളൂ, ഈ ഗ്രേഡിംഗ് ഒക്കെ നോക്കിയിട്ടേ വാങ്ങിക്കുള്ളൂ. പിന്നെ നമ്മുടെ മീറ്റ് ഇൻഡസ്ട്രിയിലും ആ ഗ്രേഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അവരുടെ പുവർ ക്വാളിറ്റിനെ അവർ ഗ്രേഡ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിരിക്കണം. പിന്നെ ഈ ഗ്രേഡിങ് എന്ന് പറയുന്നത് ഓരോ കൺട്രിയിൽ ഓരോ പോലെയാണ് കേട്ടോ. ഓരോ കൺട്രിയിൽ ഓരോ പോലെയാണ് ഇത് ചെയ്യുന്നുള്ളത്. ഇന്ത്യയിലൊരു സിസ്റ്റം ആയിരിക്കും, അതുപോലെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കൺട്രി എടുക്കുകയാണെങ്കിൽ വേറെ സിസ്റ്റം ആയിരിക്കും. ഇന്ത്യയിൽ നമ്മൾ പൊതുവെ എന്താണ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? എക്സ്പോർട്ട് ചെയ്യുന്നത് മറ്റ് കൺട്രീസിലേക്കല്ലേ. അതുകൊണ്ട് നമ്മൾ ആ എക്സ്പോർട്ട് ചെയ്യുന്ന ഏത് കൺട്രിയാണോ അവരുടെ ഗ്രേഡിങ്ങിന് അനുസരിച്ചിട്ട് വേണം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു എഫക്റ്റീവ് ഗ്രേഡിങ്, ഏത് കൺട്രി ആയാലും എഫക്റ്റീവ് ഗ്രേഡിങ്ങിനകത്ത് എന്തൊക്കെ റിക്വയർഡ് ആണ്, അതായത് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം. ഒന്ന് പറയുന്നത് ക്വാളിറ്റി കോൺഷ്യസ് കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ. ക്വാളിറ്റി കോൺഷ്യസ് കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ കൺസ്യൂമേഴ്സിന് വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട, ഏത് കിട്ടിയാലും വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അത്രത്തോളം ഗ്രേഡിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ക്വാളിറ്റി കൊടുക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. എന്താണ്, അവർക്ക്
അത് എന്താണ് ക്വാളിറ്റി നല്ലത് വേണമെന്ന് പറയുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളും അതിൽ എന്താണ് അവർ അത്രയും കോൺഷ്യസ് ആണെങ്കിൽ മാത്രമേ നമ്മളും അതുപോലുള്ള ക്വാളിറ്റി മീറ്റ്സ് ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ഗ്രേഡ് ഏജൻസിയും വേണം അല്ലേ. അങ്ങനെ ഒരു ഗ്രേഡ് ഏജൻസിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ തന്നെ തീരുമാനിക്കുകയാണ് എൻ്റെ കയ്യിലുള്ള മീറ്റിൽ ഇതാണ് A ഗ്രേഡ്, ഇതാണ് B ഗ്രേഡ് എന്ന് ഞാൻ തന്നെ തീരുമാനിക്കുകയാണ്. അത് തെറ്റല്ലേ? എന്താണ്, ഒരു ഗ്രേഡിങ് ഏജൻസിയൊക്കെ വേണം, അവർ പറയുന്ന കണ്ടീഷൻസ് പ്രകാരം വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും ഒരു സെല്ലർ ബയർ റിലേഷൻഷിപ്പ് വേണം അല്ലേ. ഒരു ഗുഡ് സെല്ലർ ബയർ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേഡിങ് അവിടെ ഉണ്ടാവണം. നമ്മൾ പുവർ ക്വാളിറ്റിയൊക്കെ മീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബയർ നമ്മളടുത്ത് പിന്നെ വരുമോ? ഇല്ല, ഒരിക്കലും വരില്ല. അപ്പോൾ എപ്പോഴും എന്താണ്, സെല്ലർ ബയർ റിലേഷൻഷിപ്പ് വേണം. പിന്നെ സൊസൈറ്റിക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള നോളജ് വേണം അല്ലേ. സൊസൈറ്റിക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള നോളജ് വേണം. ഇല്ലെങ്കിൽ എന്താണ്, അവർക്ക് ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരെ പറ്റിക്കപ്പെടും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൊസൈറ്റി എപ്പോഴും ഒരു നോളജബിൾ ആയിട്ടുള്ള സൊസൈറ്റി ആയിരിക്കണം. അപ്പോൾ ഇതാണ് സാധാരണ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നുള്ളത്. ഇനി ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിലോ, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ, ഒന്നെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫാമർ അവരല്ലേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ആ മീറ്റിൻ്റെ ക്വാളിറ്റി അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ, അതായത് ഇപ്പോൾ ഞാനൊരു മീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഉണ്ടാക്കുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ ഫാമൊക്കെ ഉണ്ട്, അവിടെ നിന്നൊരു മീറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ മീറ്റിൻ്റെ ഗ്രേഡിങ് കുറവായിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എനിക്കത് എന്താണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. എവിടെയാണ് എനിക്ക് ഫാൾട്ട് വന്നത്, എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് ഞാൻ അതിനെ ഇമ്പ്രൂവ് ചെയ്യില്ലേ. അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ ഗ്രേഡിങ്ങിൽ ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മളത് റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ ഹൈ ഗ്രേഡ്സ് ഉണ്ടാക്കാനുള്ള ആ ഒരു ശ്രമം നമ്മൾ കൊണ്ടുവരും. അതാണ് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുള്ളത്. പിന്നെ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സിങ് മെത്തേഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ. ഹൈ ഗ്രേഡ് മീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു എന്താണ് മെത്തേഡ് നമ്മളവിടെ സെലക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന A ഗ്രേഡ് ആ ഒരു സർട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നമ്മളെന്താണ്, നല്ല ക്വാളിറ്റി മീറ്റ് അല്ലേ കൊടുക്കുന്നു. A ഗ്രേഡ് കിട്ടിയെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റി മീറ്റ് ആയിരിക്കും. അപ്പോൾ അത് വാങ്ങിക്കുന്ന ഒരു ബയ്യർ കുറച്ച് നല്ലോണം കാശൊക്കെ കൊടുത്തിട്ടായിരിക്കില്ലേ ഹൈ ക്വാളിറ്റി വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ ഹൈ ക്വാളിറ്റി വാങ്ങിക്കുന്ന ആ ബയ്യറിനും എന്താണ്, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അവർ സ്പെൻഡ് ചെയ്ത മണിക്ക് അതായത് പൈസ ചിലവഴിച്ചിട്ടാണല്ലോ, അതായത് പൈസ കൊടുത്തിട്ടാണല്ലോ അവർ സാധനം വാങ്ങിക്കുന്നുള്ളത്. അപ്പോൾ അവർ നല്ല പൈസ കൊടുത്ത്, അതായത് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന മീറ്റിന് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൺസ്യൂമേഴ്സിനും എഫിഷ്യൻ്റ്ലി എന്താണ് മീറ്റിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് ആ മണി സ്പെൻഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് വലിയ നഷ്ടമൊന്നും വരില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഗ്രേഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുള്ളത്. ഇവിടെ നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്ത് പഠിക്കാനുണ്ട്, USDA സ്റ്റാൻഡേർഡ് കൂടി പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ കേസ് നമ്മൾ ആദ്യം പറഞ്ഞുതരാം. ഇന്ത്യൻ മീറ്റ് ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ USDA മീറ്റ് ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഗ്രേഡിംഗ് ഏജൻസി പലതരത്തിലാണ് പലയിടത്തുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്ത്യൻ മീറ്റ് ഗ്രേഡിംഗ് സിസ്റ്റമാണ്. എന്താണ് ഇന്ത്യൻ മീറ്റ് ഗ്രേഡിംഗ് സിസ്റ്റം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേ, ഒരുപാട് മിനിസ്ട്രീസ് ഇല്ലേ, അതിനകത്ത് ഈ ഗ്രേഡിംഗ് സിസ്റ്റം ബേസ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണ്. ഏതാണ്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, സോ ഇൻ ഇന്ത്യ കർക്കാസ് ഗ്രേഡിംഗ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ ഗൈഡ് ലൈൻസ് പ്രൊവൈഡഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ എന്താണ് കുറച്ച് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ തോന്നുന്ന പോലെയാണോ ചെയ്യുന്നത്? അല്ല, അവർ കുറച്ച് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസിൻ്റെ ബേസിസിലാണ് ഇന്ത്യനകത്ത് ഇത് ചെയ്യുന്നുള്ളത്. ആ ഗൈഡ് ലൈൻസിന് നമ്മൾ അറിയപ്പെടുന്നുള്ള പേരാണ് എന്ത്? റോ മീറ്റ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് റൂൾസ്. എന്താണ്? റോ മീറ്റ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് റൂൾസ്. ഏത് ഇയറാണ്? 1991. ഓക്കെ, 1991. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ കുറച്ച് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ റോ മീറ്റ് മാർക്കറ്റിംഗ് ആൻഡ് ഗ്രേഡിംഗ് റൂൾസ് 1991 ആയിട്ട് അറിയപ്പെടുന്നുള്ളത്. ആ റൂൾ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേഡിങ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ റൂൾ പ്രകാരം നമ്മുടെ പലതരത്തിലുള്ള ആനിമൽസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ബഫലോ, അതുപോലെ തന്നെ നമ്മുടെ ഷീപ്പ്, ഗോട്ട്, പിഗ്, ഏതെടുക്കുകയാണെങ്കിലും അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേഡിങ് ചെയ്യേണ്ടത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഒരു അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അഡ്വൈസർ ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു
അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അഡ്വൈസർ ഉണ്ടാവും. അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ബേസ് ചെയ്തിട്ട് ഒരു അതറൈസ്ഡ്, അതായത് അത്രക്കും എന്താണ് അവർ പറയുന്നുള്ള ആ ഒരു പ്രമിസസിൽ വെച്ചിട്ടാണ്, അതറൈസ്ഡ് പ്രമിസസിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേഡിങ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ ഞാൻ പറഞ്ഞത്, ദ ഗ്രേഡിങ് ഓഫ് റോ മീറ്റ്. റോ മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ്, കുക്ക്ഡ് ആയിട്ടുള്ള റോ ആയിട്ടുള്ള മീറ്റ്. The grading of raw meat shall be done only at the authorized premises and according to the instructions issued by agriculture marketing advisor. അപ്പോൾ അവർ പറയുന്ന പ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നുള്ളത്. പിന്നെ പിന്നെ ഇതാരാണ്, ഒരു ഇൻസ്പെക്ടിങ് ഓഫീസർ ആയിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. ആരുടെ നിർദ്ദേശപ്രകാരം, ഈ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അഡ്വൈസറിൻ്റെ ഇത് പ്രകാരമാണ് ചെയ്യുക. പിന്നെ അങ്ങനെ ആ ഇൻസ്പെക്ട് ചെയ്യുന്ന ആളുടെ മുന്നിൽ നമ്മൾ മീറ്റ് താഴെ വെച്ചിട്ടല്ല കൊടുക്കുക. നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ കേസിൽ പറഞ്ഞില്ലേ, ഇങ്ങനെ റെയിലിൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അതുപോലെ തന്നെ ഇവിടെ കെട്ടി ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ തറയിൽ നിന്ന് ഒരു 20 സെൻറ്റിമീറ്റർ മേലെയായിട്ട് ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. അതായത് തറയിൽ നിന്ന് ഈ തൂക്കി വെച്ചിരിക്കുന്നതിലേക്കുള്ള ഡിസ്റ്റൻസ് ഒരു മിനിമം അറ്റ്ലീസ്റ്റ് എത്ര വേണം, ഒരു 20 സെൻറ്റിമീറ്റർ വേണം. അല്ലെങ്കിൽ അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, അതിൽ കുറയാൻ പാടില്ല. ഒരിക്കലും അത് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന സ്ഥലമാവാൻ പാടില്ല. അങ്ങനെ അതിങ്ങനെ ഹാങ് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ഈ ഇൻസ്പെക്ടിങ് ഓഫീസർ പോയിട്ട് എന്താണത് ചെക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് എവിടെയും ടച്ച് ചെയ്യാൻ പാടില്ല, നമ്മുടെ വാളിലും ടച്ച് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഫ്ലോറിലും ടച്ച് ചെയ്യാൻ പാടില്ല. എവിടെയും ടച്ച് ചെയ്യാണ്ട് അങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നതിനെയാണ് ഇൻസ്പെക്ടിങ് ഓഫീസർ നോക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ ഇൻസ്പെക്ടിങ് ഓഫീസറിന് ഇപ്പോൾ ഇതൊന്നും മാത്രമായിരിക്കില്ല ചെക്ക് ചെയ്യാനുണ്ടാവുക. അടുത്തതിന് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വേണം. ഒരിക്കലും ഇതിങ്ങനെ 1-2 അടുപ്പിച്ച് തൂക്കിയിടാൻ പാടില്ല. എന്താണ്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കണം ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് ഹാങ് ചെയ്ത് വെക്കുന്നത്. എല്ലാ മീറ്റിനും കേട്ടോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഹാങ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ഇൻസ്പെക്ടിങ് ഓഫീസറിന് അറ്റ് എ ടൈം തന്നെ അതിൻ്റെ കളറ്, അതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് കൺഫർമേഷൻ, ഫിനിഷ്, അതൊക്കെ നോക്കാൻ ആർക്ക് പറ്റണം, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഇൻസ്പെക്ടിങ് ഓഫീസറിന് പറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ റൂളിനകത്തും കണ്ടിട്ടില്ലേ, ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3 എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ. ഇവിടെ ഷെഡ്യൂൾ 1-ലാണ് നമ്മുടെ ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതിലാണ്, ഷെഡ്യൂൾ 1-ലാണ്. പിന്നെ ഷെഡ്യൂൾ 2-ലാണെങ്കിൽ നമ്മുടെ ബീഫ് പറഞ്ഞ ബഫലോ തന്നെയല്ലേ. സെക്കൻഡിനകത്ത് ബഫലോ കാഫിൻ്റെതാണ് ഷെഡ്യൂൾ 2-ൽ പറഞ്ഞിരിക്കുന്നത്. ബീഫിൻ്റെത് ഷെഡ്യൂൾ 1-ൽ, ബഫലോ കാഫിൻ്റെത് ഷെഡ്യൂൾ 2-ൽ, പിന്നെ മട്ടൻ്റെത് ഷെഡ്യൂൾ 3-ൽ, പിന്നെ മിൻസ്ഡ് മീറ്റ് കീമ, എന്താണ് മിൻസ്ഡ് മീറ്റ് കീമ, അത് ഷെഡ്യൂൾ 4-ലാണ്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്കിപ്പോൾ ഓരോ ബ്രീഡും ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസംസ് വരില്ലേ, അതിനൊക്കെ അവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് ഗ്രേഡ്സ്. ഷെഡ്യൂൾ 1 ഏതാണെന്ന് വെച്ചാൽ ബീഫാണ്, ഷെഡ്യൂൾ 2 ബഫലോ കാഫാണ്, ഷെഡ്യൂൾ 3-ൽ വരുന്നുള്ളത് ഏതാണ് ഞാൻ പറഞ്ഞത്, ഷീപ്പ് അല്ലെങ്കിൽ ഗോട്ട് എന്ന് പറയാം, മട്ടൺ കേട്ടോ, ഷീപ്പും ഗോട്ടൊന്നും അല്ല, മട്ടനാണ്. ഷെഡ്യൂൾ 4-നകത്ത് വരുന്നുള്ളത് മിൻസ്ഡ് മീറ്റ് കീമയാണ്. ഓക്കെയാണ്, മിൻസ്ഡ് മീറ്റ് കീമയാണ് ഏതിനകത്ത് വരുന്നുള്ളത്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ 4-നകത്ത് വരുന്നുള്ളത്. ഷീപ്പും ഗോട്ടൊക്കെ വരിക ഈ ഷെഡ്യൂൾ 4-നകത്താണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ത്യൻ എന്താ പറയുന്നത് മീറ്റ് ഗ്രേഡിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാറുണ്ട്, അതാണ് USDA. ഇതാണ് USDA സിസ്റ്റം ഓഫ് കർക്കാസ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ മീറ്റ് ഗ്രേഡിംഗ്. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം 1991 അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അഡ്വൈസറിൻ്റെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന ഇത് ഇതിനകത്ത് പെർമിസസിനകത്ത് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മുടെ മീറ്റ് ഹാങ് ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, 20 സെൻറ്റിമീറ്റർ എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഫ്ലോറിൽ നിന്ന് അതിന് ഡിസ്റ്റൻസ് വെക്കണം, എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഓരോ മീറ്റിനെയും നമ്മൾ പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വേണം അതിനെ ഹാങ് ചെയ്ത് വെക്കാൻ. അറ്റ് എ ടൈമിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്പെക്ടിംഗ് ഓഫീസറിന് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അത് ഇന്ത്യൻ. ഇനി അടുത്തതാണ് USDA. ഓക്കെ, ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേഡിങ് കംപ്ലീറ്റ് ആവും കേട്ടോ. USDA-നകത്ത് അവർ 2 ടൈപ്പിലാണ് ചെയ്യുന്നുള്ളത്. ഒന്ന് അതിൻ്റെ പാലറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു എന്താണ് ടേസ്റ്റ് അല്ലേ, ആ ഒരു പാലറ്റബിൾ ആണോ അല്ലയോ നോക്കുക അത്. അടുത്തത് കട്ടബിലിറ്റി, എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റുന്നു, ആ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ എബിലിറ്റി. പാലറ്റബിലിറ്റി അല്ലെങ്കിൽ കട്ടബിലിറ്റി, ഇതാണ് 2ആയിട്ട് അവർ നോക്കുന്നത്. ഈ പാലറ്റബിലിറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. ഈ പാലറ്റബിലിറ്റി എന്നറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്വാളിറ്റി ഗ്രേഡ്സ്. എന്താണ് ക്വാളിറ്റി ഗ്രേഡ്സും പാലറ്റബിലിറ്റി ഒന്നാണ്. ക്വാളിറ്റി ഗ്രേഡ്സും അതുപോലെ തന്നെ പാലറ്റബിലിറ്റിയും ഒന്നാണ്. ഇവിടെ എന്തായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക ഗ്രേഡിങ്ങിനകത്ത്, അവർ മെയിനായിട്ട്
ഈ ബേസ്ഡ് ഓൺ ദ പാലറ്റബിലിറ്റി, അത് എത്രത്തോളം പാലറ്റബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ആക്സെപ്റ്റബിൾ ആണ്, അതിൻ്റെ ബേസിസിൽ അവരതിനെ എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യും. അതിൻ്റെ ബേസിസിൽ അവരതിനെ കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് അവർ നോക്കുന്നുള്ളത് എന്താണ്, ഒന്ന് കൈൻഡ്, അതായത് ഇപ്പോൾ നമ്മൾ ബീഫാണോ അതോ നമ്മുടെ ഷീപ്പാണോ, അങ്ങനെ ഏത് കൈൻഡാണ്, അതുപോലെ തന്നെ ആ കൈൻഡിനകത്ത് ഏത് ക്ലാസ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ആനിമലിൻ്റെ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഏജ് എന്ന് നമുക്ക് പറയാം, അതിൻ്റെ മെച്യൂരിറ്റി നോക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മാർബിളിങ്, അത് നോക്കും, മാർബിളിങ് എത്രത്തോളം ഉണ്ട്. പിന്നെ ഫേം ആണോ, അതിൻ്റെ ടെക്സ്ചർ, നമ്മുടെ ആനിമലിൻ്റെ മീറ്റ് ഫേമും അതുപോലെ തന്നെ ടെക്സ്ചർ നോക്കും. ഫൈൻ ആണോ കോഴ്സ് ആണോ നോക്കും. പിന്നെ നമ്മുടെ മീറ്റിൻ്റെ കളറ് നോക്കണം. പിന്നെ നമ്മളെ കൺഫർമേഷൻ, ഫ്ലഷിങ് ആൻഡ് ഫിനിഷ്. ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, ആ സാധനവും കൂടി നോക്കും. ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് USDAനകത്ത് അവരെന്ത് ചെയ്യുന്നുള്ളത്, ഈ മീറ്റിനെ ഗ്രേഡിങ് ചെയ്യുന്നുള്ളത്. അപ്പോൾ കൈൻഡ് ക്ലാസ് നമുക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്, നമുക്ക് ഷീപ്പുണ്ട്, ഗോട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പോൾട്രി ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആനിമൽസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആനിമൽസിനെയും നമ്മൾ ഇവിടെ ഗ്രേഡ് ചെയ്യുമ്പോൾ ഓരോ കൈൻഡിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ എന്താണ് ചെയ്യുന്നുള്ളത്, ഗ്രേഡ് ചെയ്യുന്നുള്ളത് കേട്ടോ. അതായത് ഇപ്പോൾ ചില സമയത്ത് കൈൻഡ് അതിനെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ് ആക്കി വെക്കും. അതായത് നമുക്ക് ഇൻഡിജീനിയസ് ആയിട്ടുള്ളതുണ്ട്, ഹോൾസ്റ്റെയിൻ കവ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ആക്കിയിട്ടാണ് വെക്കുന്നുള്ളത്. പിന്നെയാണ് മെച്യൂരിറ്റീൻ്റെ കേസിൽ നമുക്കറിയാം എന്താണ്, മെച്യൂർ ആവുന്നതിനനുസരിച്ച് നമ്മുടെ മീറ്റിൻ്റെ ടെൻഡർനെസ് കുറഞ്ഞുകൊണ്ട് വരും അല്ലേ, അപ്പോൾ അധികം മെച്യൂർഡ് ആവാനും പാടില്ല അല്ലേ, കൂടുതൽ മെച്യൂർഡ് ആവാനും പാടില്ല, കുറവ് മെച്യൂർ ആവാനും പാടില്ല. അപ്പോൾ ടെൻഡർ ആയിട്ടുള്ള മീറ്റ് ആയിരിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവുന്നുള്ളത്. ആസ് ആൻ ആനിമൽ മെച്യൂർസ് ദ ടെക്സ്ചർ ചേഞ്ചസ് ഫ്രം ഫൈൻ ടു കോഴ്സ്. ആ ടെക്സ്ചർ എന്താവും, ഫൈൻ ടു കോഴ്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ മെച്യൂരിറ്റീൻ്റെ ബേസിൽ നമ്മളെ മീറ്റിന് നമ്മൾ ABCDE ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. മെച്യൂരിറ്റീൻ്റെ ബേസിൽ ഇവിടെ ABCD ആൻഡ് E ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇവിടെ മെയിനായിട്ട് നമ്മൾ എന്താ നോക്കുക, അതിൻ്റെ ബോൺ നോക്കും അല്ലേ. ബോൺ നല്ല സ്ട്രോങ് ആണോ അതോ കുറച്ച് അത്രക്കൊന്നും സ്റ്റിഫ് അല്ലയോ, അങ്ങനെ നമ്മൾ ബോണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ നോക്കുക. ബോണും അതുപോലെ തന്നെ കാർട്ടിലേജ് ടഫാണോ ഫ്ലെക്സിബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളിവിടെ അതിൻ്റെ മെച്യൂരിറ്റി അനലൈസ് ചെയ്യുന്നുള്ളത്. പിന്നെയാണ് മാർബിളിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അതെന്താണ്, ഇൻട്രാ മസ്കുലർ ഫാറ്റാണ്. ഒരു മസിൽ സർഫസ് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫാറ്റ് കറക്റ്റായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളത്. ലൈവായിട്ടുള്ള ആനിമൽസിൽ ഒരിക്കലും അത് കാണാൻ സാധിക്കില്ല. ഇത് എവിടെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ ഫൈബറിൻ്റെ ബണ്ടിൽസ് ഉണ്ടാവും. മസിൽ ഫൈബർ ഇങ്ങനെ ബണ്ടിൽസ് ആയിട്ട് ഉണ്ടാവുക. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന മാർബിളിങ് അവിടെ കാണപ്പെടുന്നുള്ളത്. അപ്പോൾ നല്ല മാർബിളിംഗ് ഒക്കെ ഉള്ളതാണെങ്കിൽ നല്ല ജ്യൂസിനെസ്സും ഫ്ലേവറുള്ള മീറ്റായിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ചൂയിങ്ങിൻ്റെയും സ്വാലോയിങ്ങിൻ്റെയും സമയത്ത് ഒരു നല്ല ഫിനിഷിങ് കൊടുക്കുന്നുള്ള ഒരു മാർബിളിംഗ് ആണെങ്കിൽ നല്ല മീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കത് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ മാർബിളിംഗ് നമ്മൾ 7 ലെവലിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്ലൈറ്റ്ലി അബണ്ടൻറ്റ്, സ്ലൈറ്റ്ലി അബണ്ടൻറ്റ്, അതായത് നല്ലോണം മാർബിളിംഗ് ഉണ്ട്. പിന്നെ മോഡറേറ്റ്, അപ്പോൾ 7 ക്ലാസ്സാണ്, അത് ഓർത്ത് വെക്കണേ. മാർബിളിംഗ് 7ആണ്. സ്ലൈറ്റ്ലി അബണ്ടൻറ്റ്, മോഡറേറ്റ്, മോഡസ്റ്റ്, സ്മോള്, സ്ലൈറ്റ്, ട്രേസസ്, പ്രാക്ടിക്കലി ഡിവോയിഡ്. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്ലൈറ്റ്ലി അബണ്ടൻറ്റ്, മോഡറേറ്റ്, മോഡസ്റ്റ്, സ്മോള്, സ്ലൈറ്റ്, പിന്നെ ഏതായിരുന്നു ട്രേസസ്, പ്രാക്ടിക്കലി ഡിവോയിഡ്. അങ്ങനെ 7 ക്ലാസിഫിക്കേഷനാണ് ഏതിൻ്റെ കേസിലുള്ളത്, നമുക്ക് മാർബിളിൻ്റെ കേസിലുള്ളത്. ഇനി ഫേംനെസ് ആണ്. ഫേംനെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അത് നമ്മുടെ മീറ്റ് അത്രയും ഫേം ആണോ അല്ലയോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നുള്ളത്. ഫേംനെസ്സിൻ്റെ കേസിൽ, അതായത് മസിൽസാണ്. ഫേംനെസ്സിൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് നോക്കുക മസിൽസാണ്. മെയിനായിട്ട് നമ്മുടെ റിബിന്ന് ഹിപ്പ് വരെയുള്ള ആ ഒരു റീജിയണില്ലേ, അവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫേംനെസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളത്. ഈ ഫേംനെസ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് 9 ടൈപ്സ് ആണ്. അപ്പോൾ അത് ഓർത്തുക്കണേ. മാർബിളിങ് 7 ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? സ്ലൈറ്റ്ലി അബണ്ടൻറ്റ്, മോഡറേറ്റ്, മോഡസ്റ്റ്, സ്മോള്, സ്ലൈറ്റ്, ട്രേസസ്, അതുപോലെ തന്നെ പ്രാക്ടിക്കലി ഡിവോയിഡ്. ഫേംനെസ് ആണെങ്കിൽ 9 ടൈപ്സ് ഉണ്ട്. നോക്കി വെച്ചോളൂ. 1 ഫേം, 2 മോഡറേറ്റ്ലി ഫേം, 3 സ്ലൈറ്റ്ലി ഫേം, 4 സ്ലൈറ്റ്ലി സോഫ്റ്റ്, 5 മോഡറേറ്റ്ലി സോഫ്റ്റ്, 6 സോഫ്റ്റ്, 7 സോഫ്റ്റ് ആൻഡ് സ്ലൈറ്റ്ലി വാട്ടറി, 8 സോഫ്റ്റ് ആൻഡ് വാട്ടറി, 9 വെരി സോഫ്റ്റ് ആൻഡ് വാട്ടറി. ഒന്നുകൂടെ പറയാം, 9 ഉണ്ട്. അതിനകത്ത് 1 ഫേം, 2 മോഡറേറ്റ്ലി ഫേം, 3 സ്ലൈറ്റ്ലി ഫേം,
ഇതാണ് 1 ഫേം, 2 മോഡറേറ്റ്ലി ഫേം, 3 സ്ലൈറ്റ്ലി ഫേം. ഇനി നാലാമത് വരുന്നുള്ളത് സ്ലൈറ്റ്ലി സോഫ്റ്റ്, 5 മോഡറേറ്റ്ലി സോഫ്റ്റ്, 6 സോഫ്റ്റ്. എന്താണ് 4 സ്ലൈറ്റ്ലി സോഫ്റ്റ്, 5 മോഡറേറ്റ്ലി സോഫ്റ്റ്, 6 സോഫ്റ്റ്. ഏഴാമത് സോഫ്റ്റ് ആൻഡ് സ്ലൈറ്റ്ലി വാട്ടറി, 8 സോഫ്റ്റ് ആൻഡ് വാട്ടറി, 9 വെരി സോഫ്റ്റ് ആൻഡ് വാട്ടറി. അപ്പോൾ 7 സോഫ്റ്റ് ആൻഡ് സ്ലൈറ്റ്ലി വാട്ടറി, 8 സോഫ്റ്റ് ആൻഡ് വാട്ടറി, 9 വെരി സോഫ്റ്റ് ആൻഡ് വാട്ടറി. അപ്പോൾ അത്രയാണ് ഇത് ഫേംനെസ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതാണ് കളർ അല്ലേ. കളറിൻ്റെ ബേസിസിൽ നമുക്ക് പറയുമ്പോൾ എന്താണ് ആ ഒരു മീറ്റിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നല്ലോണം ഡീപ്പ് റെഡ് കളറൊന്നും വരാൻ പാടില്ല, അതുപോലെ തന്നെ വൈറ്റ് കളറിലും മീറ്റ് വരാൻ പാടില്ല. നമുക്കൊരു മോഡറേറ്റ് കളറാണ് ഇതിന് വേണ്ടി വരേണ്ടത്. എക്സ്ട്രീം കളറും വരാൻ പാടില്ല. ഓക്കെ, എക്സ്ട്രീം കളറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്നത് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, ക്വാളിറ്റി ഗ്രേഡിനകത്ത് അൺഡിസൈറബിൾ ആയിട്ടാണ് പറയുന്നുള്ളത്. അപ്പോൾ ഒരു ആക്സെപ്റ്റബിലിറ്റി നമുക്കത് മെഷർ ചെയ്യണമെങ്കിൽ ആ മീറ്റിൻ്റെ കളറും കാര്യങ്ങളും നോക്കിയിട്ട് അത് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഫർമേഷനും ഫ്ലഷിങ്ങും ഫിനിഷും നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, അപ്പോൾ അത് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇത് പാലറ്റബിലിറ്റീൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നുള്ള കാര്യങ്ങൾ. 6 കാര്യങ്ങളാണ് നോക്കുക. അതിനകത്ത് മാർബിളിങ് 7 ഇതുണ്ട്, അതുപോലെ തന്നെ ഫേംനെസ് 9 ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പാലറ്റബിലിറ്റീനകത്ത് നമ്മൾ 6 ക്രൈറ്റീരിയയാണ് നോക്കുന്നത്. ഇതിനാണ് കട്ടബിലിറ്റി. ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നുള്ളത്, നമ്മൾ ഇത് പറഞ്ഞില്ലേ കാർക്കാസ് ഈൽഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഇവിടെ പറയാനുള്ളത് കട്ടബിലിറ്റി. അപ്പോൾ മുന്നത്തെ വെറ്ററിനറി സയൻസിൻ്റെ വീഡിയോസ് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വരണേ. നമ്മൾ സിലബസ് ബേസ്ഡ് തന്നെയാണ്, ആ ഓർഡറിൽ തന്നെയാണ് പോകുന്നുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് ഡ്രസ്സിങ് ഓഫ് കാർക്കസസ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരണം കേട്ടോ. പിന്നെ കട്ടബിലിറ്റീൻ്റെ കേസിൽ പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഇവിടെ ഈൽഡ് ഗ്രേഡ് എന്നുകൂടി അറിയപ്പെടുന്നു. ക്വാളിറ്റി ഗ്രേഡാണ് പാലറ്റബിലിറ്റീൻ്റെ കേസിൽ പറഞ്ഞത്. ഇവിടെ കട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ഈൽഡ് ഗ്രേഡ് എന്നുകൂടി നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അതായത് ഈ കാർക്കസസിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം മീറ്റ് നമുക്ക് കിട്ടും. ദ ഈൽഡ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് അങ്ങനെ നമുക്ക് ആ മീറ്റിൽ നിന്ന് എത്രത്തോളം ഈൽഡ് കിട്ടും എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്രത്തോളം അതിനെ സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രത്തോളം മീറ്റ് നമുക്ക് സെല്ല് ചെയ്യണമെന്നറിയണമെങ്കിൽ ഇവിടെ കട്ടബിലിറ്റി ഗ്രേഡ് നമ്മൾ നോക്കണം. അപ്പോൾ ഹയർ ഈൽഡ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, മോർ മീറ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. ലെസ്സർ ഈൽഡ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, അവിടെ ലെസ് മീറ്റ് മാത്രമേ നമുക്ക് അതിനെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മോർ മീറ്റ് ഉണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് ഒക്കെ നമുക്ക് കിട്ടാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് കാർക്കാസിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞില്ലേ, ലൈവ് വെയിറ്റ് മാത്രം നമുക്ക് നോക്കിയിട്ടില്ല. ഒരു ആനിമൽ ലൈവ് ആയിരിക്കുമ്പോൾ, അതായത് അതിനെ കാർക്കസ് ആവുന്നതിന് മുന്നേ നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്താണ്, നമ്മൾ ചില സമയത്ത് നമ്മുടെ ആനിമൽസിൻ്റെ ഹെഡ് യൂസ് ചെയ്യില്ല, അതുപോലെ തന്നെ ലെഗ് കട്ട് ചെയ്ത് കളയും, അതുപോലെ തന്നെ അതിൻ്റെ ഫെദർ കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ്, കാർക്കസിൻ്റെ വെയിറ്റാണ് ഇവിടെ നോക്കുന്നുള്ളത്. കാർക്കസിൻ്റെ വെയിറ്റാണ് നമ്മളിവിടെ നോക്കുന്നുള്ളത്. അതിനകത്ത് തന്നെ നമ്മൾ എന്ത് നോക്കും, ഫാറ്റിൻ്റെ എമൗണ്ട് നമ്മൾ നോക്കും. എത്രത്തോളം ഫാറ്റ് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഫാറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ ഫാറ്റ് നോക്കും, എക്സ്റ്റേർണൽ ഫാറ്റ് നോക്കും, അതുപോലെ തന്നെ ഇൻട്രാമസ്കുലർ ഫാറ്റ് നോക്കും. ഇൻറ്റേർണൽ നോക്കും, എക്സ്റ്റേർണൽ നോക്കും, അതുപോലെ തന്നെ ഇൻട്രാമസ്കുലർ ഫാറ്റ് നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഇപ്പോൾ പിഗിൻ്റെ ഒക്കെ കാർക്കാസാണെങ്കിൽ ബാക്ക് ഫാറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് തിക്കായിരിക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫാറ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഏത് ഫാറ്റിൻ്റെ കേസിൽ നമ്മളിവിടെ നോക്കുന്നത്. പിന്നെ ഈ ഇൻറ്റേർണൽ ഫാറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ കിഡ്നീൻ്റെ ലൈനിങ് ആയിട്ട്, അതുപോലെ തന്നെ പല ഓർഗൻസിനൊക്കെ ലൈനിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടാറുണ്ട്, ഈ ഫാറ്റ് കിട്ടാറുണ്ട്. പക്ഷെ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ ഒക്കെ കേസിൽ ചില സമയത്ത് നമ്മൾ ആ ഫാറ്റ് റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ അത് നമ്മളിവിടെ കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളമാണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നത്, എത്രത്തോളം ഈൽഡാണ് നമുക്കുള്ളത്, അതാണ് നമ്മൾ കട്ടബിലിറ്റിൻ്റെ അകത്ത് നോക്കുന്നത്. അപ്പോൾ ഫാറ്റ് നോക്കും, അതുപോലെ തന്നെ മസിൽ നോക്കും. എന്താണ്, മസിൽ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കും. അതിൻ്റെ സ്കെൽറ്റൽ മസിൽസ് നമ്മളിവിടെ എന്ത് നോക്കുന്നുണ്ട്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഈൽഡ് ഗ്രേഡിനകത്ത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര വലിയ ഓർഗാനിസമാണ് അത്, അതിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് മസിൽസ്, ലെഗ് റീജിയനിൽ എത്രത്തോളം മസിൽ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മസിൽ ഡെവലപ്മെൻറ്റിൻ്റെ കേസ് നോക്കുമ്പോൾ നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിഗിൻ്റെ ഒക്കെ കാർക്കാസിൽ 6 മസിൽ ഡെവലപ്മെൻ്റ് ആണ് ഉള്ളത്. പിഗിൻ്റെ കേസിൽ 6 ക്ലാസ്സസ് ഓഫ് എന്തുണ്ട്, മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഒന്ന് വെരി തിക്ക്, പിന്നെ മോഡറേറ്റ്ലി തിക്ക്, സ്ലൈറ്റ്ലി തിന്ന്, പിന്നെ മോഡറേറ്റ്ലി തിന്ന്, പിന്നെ വെരി തിന്ന്. അങ്ങനെ 6 ക്ലാസ്സാണ് ഉള്ളത്. ഇതാണ് വെരി തിക്ക്, മോഡറേറ്റ്ലി തിക്ക്, സ്ലൈറ്റ്ലി തിൻ, മോഡറേറ്റ്ലി തിൻ, വെരി തിൻ. പിന്നെ നമ്മൾ ഫാറ്റ് നോക്കി, മസിൽ നോക്കി നോക്കുന്നുള്ളത് നമ്മുടെ കാർക്കാസിൻ്റെ സൈസാണ്.
കാർക്കാസിൻ്റെ സൈസാണ്. അതായത് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുക കാർക്കാസിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് കാർക്കാസിൻ്റെ സൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, കാർക്കാസിൻ്റെ സൈസ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നോക്കുക. ഇനി നമ്മൾ ഓരോ ഓർഗാനിസത്തിലും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ബീഫിൻ്റെ കേസിലാണെങ്കിൽ ഒന്ന് നമ്മൾ നോക്കുന്നുള്ളത് ഫാറ്റ് തിക്നെസ്സാണ്. ഫാറ്റ് തിക്നെസ് നോക്കും, അതിൻ്റെ ഫാറ്റ് തിക്നെസ് നോക്കും. പിന്നെ അതിൻ്റെ റിബ് ഏരിയ ആ ഭാഗത്ത് നോക്കും. പിന്നെ ഈ കിഡ്നി പെർസെൻറ്റേജ് ഓഫ് കിഡ്നി, ഹാർട്ട്, പെൽവിക് ഫാറ്റ് അതൊക്കെ നോക്കും. പിന്നെ കാർക്കാസിൻ്റെ വെയിറ്റ് നോക്കും. ഈ 4 കാര്യങ്ങളാണ് ബീഫിൻ്റെ കേസിൽ നോക്കുന്നുള്ളത്. ഏതൊക്കെയാണ്? ഫാറ്റ് തിക്നെസ്, റിബ് ഏരിയ നോക്കും, പെർസെൻറ്റേജ് ഓഫ് കിഡ്നി ഫാറ്റ്, ഹാർട്ട്, പെൽവിക് ഫാറ്റ് നോക്കും, കാർക്കാസ് വെയിറ്റ് നോക്കും. ഇനി ഗോട്ടിൻ്റെ കേസിലാണെങ്കിൽ, ഇത് ബീഫിൻ്റെ കേസിലാണ്. ഗോട്ടിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നോക്കും. ഫാറ്റ് തിക്നെസ് നോക്കും, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് കിഡ്നി, ഹാർട്ട് നോക്കും. പിന്നെ ലെഗ് കൺഫർമേഷൻ കൂടി നോക്കും. ഏതിൻ്റെ കേസിൽ നോക്കുന്നുണ്ട്? നമ്മൾ ഗോട്ടിൻ്റെ കേസിൽ നോക്കുന്നുണ്ട്. പിന്നെ പോർക്കിൻ്റെ കേസിലാകുമ്പോൾ എന്തുകൂടെ നോക്കും നമ്മൾ? ഇതിൻ്റെ കൂടെ ഈ ഫാറ്റ് തിക്നെസ്സിന് പകരം ബാക്ക് ഫാറ്റ് തിക്നെസ്സാണ് നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 6 കാറ്റഗറി മസിൽസ് ഉണ്ട്. അപ്പോൾ മസിൽസ് നോക്കും, കാർക്കസിൻ്റെ വെയിറ്റ് നോക്കും, അതുപോലെ തന്നെ ബെല്ലി തിക്നെസ് കൂടി നമ്മൾ ഏതിൻ്റെ കേസിൽ നോക്കും? പിഗിൻ്റെ കേസിൽ നോക്കും. അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഓർഗാനിസത്തിൻ്റെയും ഓരോ കാര്യങ്ങളും മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുള്ളത്? അതിനെ ഗ്രേഡിങ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഗ്രേഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെന്താണ്? ഫാബ്രിക്കേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ കട്ട് ചെയ്യുമെന്നാണ് നമ്മൾ. അതാണ് ഫാബ്രിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്. വെറ്ററിനറിനകത്ത് ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ഹോൾസെയിൽ കട്ടുണ്ട്, റീറ്റെയിൽ കട്ടുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കട്ട്സ് ഉണ്ട്, കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവാലുവേഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്തത്? ഗ്രേഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിലോട്ട് പോവാണ്? ഫാബ്രിക്കേഷനിലോട്ട് പോവാണ്. ഓക്കെ ആണല്ലോ ഇതുവരെ? അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി വെക്കുക. നമുക്ക് ഫാബ്രിക്കേഷനിലോട്ട് കിടക്കാം. ഈ ഫാബ്രിക്കേഷൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി കുറച്ച് എഫേർട്ട് ഇടണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാവുന്നില്ലെങ്കിൽ ഗൂഗിളിലൊന്ന് ഇമേജ് ചെക്ക് ചെയ്യണേ, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അതിന് നമ്മുടെ മീറ്റിന് നമ്മൾ എന്ത് ചെയ്യും? പ്രൈമാൽ കട്ട് എന്ന് പറയും. അതായത് നമ്മൾ പ്രൈമറി കട്ട്, അതായത് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? പ്രൈമാൽ കട്ട് എന്ന് പറയും. എന്നിട്ട് നമ്മുടെ കൺസ്യൂമറിൻ്റെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നമ്മളതിനെ എന്ത് ചെയ്യും? വീണ്ടും നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കട്ടിനെയാണ് നമ്മൾ എന്താ പറയുക? ഹോൾസെയിൽ പ്രൈമാൽ കട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഹോൾസെയിൽ പ്രൈമാൽ കട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്നത് നമ്മുടെ കൺസ്യൂമറിന് ഏത് തരത്തിലാണ്, നമുക്ക് ഇഷ്ടമുള്ള തരത്തിലാണ് കൊടുക്കേണ്ടത്, ഒരിക്കലല്ല. എന്താണ് ഈ കൺസ്യൂമർ എന്ന് പറയുന്ന ആ ഒരു ടീമിന്, ആ ഒരു ഗ്രൂപ്പിന് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് നമ്മളിതിനെ കൊടുക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രിഫറൻസ് നമ്മളിവിടെ നോക്കണം. അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഹാൻഡ്ലിങ്, കൺസ്യൂമറിന് എങ്ങനെയാണോ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ് നമ്മളിതിനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക്, ഇങ്ങനെ തോന്നിയ ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തോന്നും അത് ഈസിയാണെന്ന്. പക്ഷേ നമ്മുടെ കാർക്കാസിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടാവണം. അതിന് എവിടെയൊക്കെയാണ് ജോയിൻ്റ് ഉള്ളത്, കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് എന്തെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നമ്മളതിനെ കട്ട് ചെയ്യുന്നുള്ളത്. ഡിഫറെൻറ്റ് കട്ടിങ് മെത്തേഡ് ഉണ്ട് കേട്ടോ. ഓരോ കൺട്രീസിൽ ഓരോ ടൈപ്പ് ഓഫ് കട്ടിങ് മെത്തേഡ് ഉണ്ട്. അത് നമുക്ക് പറയാം ബ്രിട്ടീഷ് കട്ടിങ് ഉണ്ട്, അമേരിക്കൻ കട്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രഞ്ച് കട്ടിങ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടിങ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോരോ കൺട്രീസിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഇന്ത്യൻ കൺട്രി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഈ ഓരോ റീജിയണിലും ഈ കട്ടിങ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതത്ര കോമൺ ഒന്നും ആയിരിക്കില്ല. ഇതുപോലെ ഇപ്പോൾ ബ്രിട്ടീഷ് കട്ട്, അമേരിക്കൻ കട്ട് എന്ന് പോലെ അത്ര കോമൺ ഒന്നും ആയിരിക്കില്ല. പക്ഷേ എങ്കിൽ പോലും റീജിയണൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ കട്ടിങ്ങിൻ്റെ കേസിൽ എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ല, റീജിയണൽ കട്ടിങ്സ് ഇവിടെ വരാറുണ്ട്. അപ്പോൾ പ്രൈമൽ കട്ടാണ് ആദ്യം നമ്മൾ ചെയ്യുന്നുള്ളത്. അതിനുശേഷം സബ് പ്രൈമൽ കട്ട് വരും. അപ്പോൾ ഹോൾസെയിലാണ് ആദ്യം, അത് പ്രൈമൽ കട്ടാവുന്നു, പിന്നെ സബ് പ്രൈമൽ കട്ടാവുന്നു, എന്നിട്ടത് റീറ്റെയിൽ കട്ടിലോട്ട് മാറ്റുന്നു. ഏതാണോ നമ്മൾ ചെയ്യേണ്ടത് ആ രീതിയിൽ നമ്മൾ അതിനെ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സ്ലോട്ടർ ഹൗസ്, അബട്ടയർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ അബട്ടയറിൻ്റെ അടുത്ത് സ്ലോട്ടറിങ്ങിനകത്ത് എന്തുണ്ടാവും? അവിടെ ഒരു കട്ടിങ് റൂം ഉണ്ടാവും. ഒരു കട്ടിങ് റൂം ഉണ്ടാവും. ആ റൂമിൽ വെച്ചിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്യുക. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മീറ്റ് കട്ടിങ് റൂം ഉണ്ടാവും. അത് നമ്മുടെ സ്ലോട്ടർ ഹൗസിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രൈമൽ കട്ടൊക്കെ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് അതിനെ സെയിൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതിന് ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. മീറ്റ് കട്ടിങ്ങിൻ്റെ ചില റിക്വസൈറ്റ്
റിക്വസൈറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ മീറ്റ് എന്ന് പറയുന്നത് നല്ലോണം ചില്ല് ചെയ്തിരിക്കണം, ചിൽഡ് മീറ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് കട്ടിങ്ങും അതുപോലെ തന്നെ അതിനെ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ട്രിം ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ചിൽഡ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കട്ടിങ്ങും ട്രിമ്മിങ്ങും ഒക്കെ ഈസി ആയിട്ട് വരും. അതാണ് ഒരു റിക്വസൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഈ മീറ്റ് കട്ടിങ് റൂം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ റൂമിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും എന്തായിരിക്കണം, ഒരു 15 to 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ചിൽഡ് ആവണം എന്ന് പറഞ്ഞിട്ട് 4 ഡിഗ്രി സെൽഷ്യസിലൊന്നും നിന്നിട്ട് അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിലൊന്നും നിന്നിട്ട് നമ്മുടെ വർക്കറിന് അതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെ, കട്ടറിന് അതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും കട്ടിംഗ് റൂമിൻ്റെ ടെമ്പറേച്ചർ ഒരു 50 to 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു 80% ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമ്മുടെ മീറ്റിനും കൺവീനിയൻ്റ് ആണ്, അതുപോലെ തന്നെ വർക്കേഴ്സിനും കൺവീനിയൻ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഈ കട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങളുണ്ട് അല്ലേ, അതായത് മീറ്റ് കട്ടിങ് ടേബിൾ വേണം, ഒരു നൈഫ് വേണം, അങ്ങനെ പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്കിവിടെ ആവശ്യമാണ്. അതും ഒരു റിക്വസൈറ്റ് ഇല്ലേ. പിന്നെ ഇതൊന്നും കൂടാണ്ട് നമുക്ക് മെക്കാനിക്കലിയും അതുപോലെ തന്നെ ഇലക്ട്രിക്കലിയും ഒക്കെ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ കട്ടിങ് മെക്കാനിക്കലി അതായത് മാനുവലി അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഒക്കെ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. പക്ഷെ എന്ത് ചെയ്താലും തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കണം. എന്താണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം. ഈ ടേബിളും നൈസും കാര്യങ്ങളൊക്കെ എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ എന്താണ്, നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവണം അല്ലേ. നമ്മൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതല്ല, എപ്പോഴും ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഈ കട്ടിങ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആളായിരിക്കണം. എന്താണ്, കട്ടിങ് ചെയ്യുന്നത് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ടേബിൾ നൈഫൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം, യൂണിഫോമിറ്റി ഉണ്ടാവണം, കട്ടിങ് റൂമിൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞു ചിൽഡ് ആയിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള റിക്വസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മീറ്റിനെ കട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ചില തമ്പ് റൂൾസ് ഉണ്ട്. അതായത് എങ്ങനെ കട്ട് ചെയ്യണം എന്നതിന് ചില റൂളുണ്ട്. അതിനകത്ത് ഒന്ന് പറയുകയാണെങ്കിൽ, മോർ വാല്യൂഡ് പ്രൈമൽ കട്ട്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ലെസ് വാല്യൂഡ് കൗണ്ടർ പാർട്സ്. നമുക്കറിയാം നമ്മുടെ ഈ പാർട്സ്, നമ്മുടെ ഒരു കാർക്കാസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മോർ വാല്യൂഡ് പാർട്ട് ഉണ്ടാവും, പിന്നെ ലെസ് വാല്യൂഡ് പാർട്ട് ഉണ്ടാവും. ലെസ് വാല്യൂ ഉണ്ടാവും, മോർ വാല്യൂ ഉണ്ടാവും. അപ്പോൾ അതിനെ രണ്ടിനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ മസിൽസ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പ് നൈഫ് വെച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അത് എന്താണ്, ആ കട്ടിങ് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല അല്ലേ, അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ മസിൽസൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താണ്, മസ്കുലർ പോർഷൻ എപ്പോഴും ഒരു ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി അതല്ല ബോണി സ്ട്രക്ചർ ഉണ്ടെങ്കിലോ, ബോണി സ്ട്രക്ചർ നമ്മൾ എന്തെങ്കിലും ഒരു വാളോ ഒന്നെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്തിട്ട് മെക്കാനൈസ്ഡ് സോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാനുവലായിട്ട് നമ്മൾ സോ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ചില സ്ഥലത്ത് എന്തുണ്ടാവും, ജോയിൻസ് ഉണ്ടാവും അല്ലേ. ആ ജോയിൻസ് നമ്മൾ പിടിച്ച് വലിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടതല്ല, ഒരു ലിമിറ്റഡ് ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് നോളജ് ഉള്ള ഒരാളായിരിക്കണം എന്തെന്ന് പറയുന്നത് ഇവിടെ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, പാർട്സ് ലെസ് വാല്യൂ മോർ വാല്യൂ പാർട്സിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. മീറ്റ് ആണെങ്കിൽ നല്ല ഷാർപ്പുള്ള നൈസ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ. ഇനി ബോണി സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ സോ വെച്ചിട്ട് വേണം അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജോയിൻസ് ആണെങ്കിൽ ഒരു ലിമിറ്റഡ് ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഓരോ ഓർഗാൻസത്തിനെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ വരാം. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഗൂഗിളിലുള്ള ഒരു ഇമേജ് എടുത്ത് വെച്ചിട്ട് നോക്കണം, എന്നിട്ട് നമ്മളിതിനെ ചെയ്യണം. അപ്പോൾ എന്താണ്, നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ലാമ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കട്ടിങ് ഇങ്ങനെയാണ് വരിക എന്നാണ് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ചില ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് പ്രകാരം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇതിനെ കട്ട് ചെയ്യുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ചില സമയത്ത് നമ്മൾ ആനിമൽസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. ഈ ഗോട്ടിൻ്റെ ഷീപ്പിൻ്റെ കേസിൽ നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ കേസിൽ പറഞ്ഞില്ലേ, അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റൈറ്റ് സൈഡായിട്ടും ലെഫ്റ്റ് സൈഡായിട്ടും നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സാഡിലായിട്ടും അതുപോലെ തന്നെ ഹിൻഡ് സാഡിലായിട്ടുമാണ് നമ്മളിതിനെ കട്ട് ചെയ്യുന്നുള്ളത്. അതായത് നമ്മുടെ റിബ് ഉണ്ടല്ലോ, നമ്മുടെ ആനിമലിൻ്റെ റിബ് ഉണ്ടല്ലോ, ആ റിബ് ഉണ്ടല്ലോ, അതിൻ്റെ ലാസ്റ്റ് 2 റിബ് ഉണ്ടല്ലോ, ആ ലാസ്റ്റ് വരുന്ന 2 റിബിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 4 സാഡിലും അതുപോലെ തന്നെ ഹിൻഡ് സാഡിലും ആയിട്ടത് മാറും. അതായത് നമ്മുടെ ഒരു ഫുൾ ഓർഗാനിസം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ആനിമലിൻ്റെ ഹെഡ് വരുന്നു, ഇവിടെ ടെയിൽ വരുന്നു, അതുപോലെ തന്നെ ഇവിടെ ലെഗ്സ് വരുന്നു, അങ്ങനെ ആനിമൽ ഉണ്ടെന്ന് വിചാരിക്കുക. ചിത്രം അത്രയ്ക്ക് വൃത്തിയിലാവാത്തതുകൊണ്ടാണ് ഞാൻ വരക്കാത്തത് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ റിബ് വരുന്നില്ല, ആ റിബ് വരുമ്പോൾ ലാസ്റ്റ് 2 റിബ്സിൻ്റെ ഇടയിലാണ് കട്ട് ചെയ്യുക.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 4 സാഡിൽ കിട്ടി, ഇവിടെ ഹിൻഡ് സാഡിൽ കിട്ടി. എന്ത് കിട്ടി? 4 സാഡിൽ കിട്ടി, ഹിൻഡ് സാഡിൽ കിട്ടി. ആ 4 സാഡിലിനകത്ത് എത്ര പോകും? 53% 4 സാഡിലിനകത്ത് പോകും, ബാക്കി 47% ഹിൻഡ് സാഡിലിനകത്ത് വരും. അപ്പോൾ ഈ 4 സാഡിൽ 53% എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ട്? നെക്ക് ഉണ്ട്, പിന്നെ ഷോൾഡർ ഉണ്ട്, പിന്നെ എന്താണ് റിബ് അല്ലെ. റിബ് എന്ന് പറയുമ്പോൾ ഒരു 6th to 12th റിബ് വരെ ഈ 4 സാഡിലിനകത്താണ് വരിക. പിന്നെ ബ്രസ്റ്റ് വരുന്നുണ്ട്, പിന്നെ 4 ഷാങ്ക് അല്ലെ, ഈ ലെഗിൻ്റെ ഇവിടെ വരുന്നുള്ള പോർഷൻ, അതാണ് 4 ഷാങ്ക്. അപ്പോൾ നെക്ക്, ഷോൾഡർ, റിബ് എന്ന് പറയുമ്പോൾ ഒരു 6th to 12th റിബ് വരെ വരുന്നുണ്ട്, പിന്നെ ബ്രസ്റ്റ് വരുന്നുണ്ട്, 4 ഷാങ്ക് വരുന്നുണ്ട്. ഇത്രയാണ് 4 സാഡിൽ 53%. ഇനി ഹിൻഡ് സാഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ലോയിൻ വരുന്നുണ്ട്, പിന്നെ ലെഗ് വരുന്നുണ്ട്, പിന്നെ ഫ്ലാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഹിപ്പിനും അതുപോലെ തന്നെ റിബിനും ഇടയിലുള്ള ആ പാർട്ട് ഫ്ലാങ്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ കിഡ്നി ഒക്കെ വരുന്നുള്ളത് നമ്മുടെ ഹിൻഡ് സാഡിലിനകത്താണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏത് കാര്യത്തിൽ നമ്മൾ ലാമ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനിയാണ് പോർക്ക്. അപ്പോൾ ലാമ്പിൻ്റെ കാര്യത്തിൽ ക്ലിയർ ആണല്ലോ. എവിടുന്നാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്? ആ ലാസ്റ്റ് രണ്ട് റിബിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ 4 സാഡിലും ഹിൻഡ് സാഡിലും ആയിട്ട് നമുക്ക് കിട്ടും 53%, 47%. അപ്പോൾ നെക്ക്, ഷോൾഡർ, ഷാങ്ക് അതുപോലെ തന്നെ പലതരം പാർട്ടുണ്ട്. അതിനകത്ത് നെക്ക്, ഷോൾഡർ അതുപോലെ തന്നെ നമ്മുടെ റിബിൻ്റെ റിബ്, ആ കട്ട് ചെയ്ത ആ റിബിൻ്റെ അത്രയും ഭാഗം, ബ്രസ്റ്റ്, 4 ഷാങ്ക് ഒക്കെ ഇതിനകത്ത് പോയി, 4 സാഡിലിനകത്ത് പോയി. ബാക്കി വരുന്ന ഹിൻഡ് സാഡിലിനകത്ത് എന്തൊക്കെയാണ് പോയത്? ലോയിനും ലെഗും ഫ്ലാങ്കും കിഡ്നി പോലുള്ള പാർട്സൊക്കെ നമ്മൾ ഹിൻഡ് സാഡിലിനകത്ത് പോയി. അതാണ് ലാമ്പിൻ്റെ കട്ടിങ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പോർക്കാണ്. പോർക്കും നമ്മുടെ ഈ ലാമ്പും തമ്മിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. എന്താണ്? പോർക്കും നമ്മുടെ ലാമ്പും വരുമ്പോൾ നമുക്ക് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പോർക്കിൻ്റെ കട്ടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡഡ് ഇൻറ്റു ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്. എന്നിട്ട് ഈ ഓരോ സൈഡിനെയും നമ്മൾ 6 കട്ടാക്കി മാറ്റും. എന്താണ്? പിഗിൻ്റെ കേസിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആയിട്ട് നമ്മളിത് കൊണ്ടുപോകുന്നുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിനെ ഓരോന്നിനും നമ്മൾ 6 പാർട്ടാക്കി മാറ്റുന്നു. എന്താണ്? 6 പാർട്ടാക്കി മാറ്റുന്നു. പിന്നെ ഇതിൻ്റെ പുറത്ത് ഭാഗവും ഉള്ളു ഭാഗവും ഉണ്ടല്ലോ. അപ്പോൾ ആൻറ്റീരിയർ പാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഉള്ളിലുള്ള ഭാഗം അല്ലേ. ആൻറ്റീരിയർ പാർട്ടിനെ നമ്മൾ റഫ് ഷോൾഡർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റഫ് ഷോൾഡർ എന്ന് പറയും. ആ റഫ് ഷോൾഡറിന് നമ്മളെന്താണ്? നമ്മുടെ പോസ്റ്റീരിയർ പാർട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് എന്താണ്? പിന്നെയാണ് നമ്മൾ ഈ കട്ടിങ്ങിലേക്കോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 6 കട്ടിങ് എന്ന് പറഞ്ഞു അല്ലേ. 6 കട്ടിങ്. അപ്പോൾ ആദ്യം എന്താണ്? ലെഫ്റ്റ് റൈറ്റ്, പിന്നെ 6 കട്ടിങ്. ആ 6 കട്ടിങ്ങിനകത്ത് ഒന്നെന്ന് പറയുന്നത് ജൗൾ എന്ന് പറയും. എന്താണ്? ജൗൾ എന്ന് പറയും. ജൗൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ പിഗാണെന്ന് വിചാരിക്കുക. ഇതിന് ഈ ഹെഡ് നെക്ക് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതായത് ആ ഒരു കട്ട് ക്ലോസ് ടു ദ നെക്ക് ലൈൻ, ആ നെക്ക് ലൈൻ്റെ അടുത്ത് വരുന്നുള്ള ആ ഒരു ലൈൻ, അതിനാണ് നമ്മൾ ജൗൾ എന്ന് പറയുക. നെക്ക് ലൈൻ്റെ അടുത്ത് വരുന്നുള്ള ആ ഒരു കട്ടിങ്, അതിനാണ് നമ്മൾ എന്താ പറയുക? ജൗൾ കട്ടിങ് എന്ന് പറയാം. 6 പാർട്ടാക്കുന്നുണ്ടല്ലോ, അതിനകത്ത് ഒന്നാണ് ജൗൾ. സെക്കൻഡാണ് ബോഡ്സ് ആൻഡ് ബട്ട് എന്ന് പറയും. എന്താണ്? ബോഡ്സ് ആൻഡ് ബട്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ അപ്പർ 1/3 ഓഫ് ദ സ്കിൻഡ് ഷോൾഡർ, അതായത് നമ്മുടെ ഈ നെക്ക് പോയില്ലേ, ഇനി നമ്മുടെ ഈ ഷോൾഡറും ഒരു ലെഗുമാണ് ഇവിടെ വരിക. ഒരു ഷോൾഡർ ഈ ഭാഗം 1/3, ഈ ഭാഗമാണ് എന്താന്ന് പറയുന്നത്? ബട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജൗളിൽ പോയി, ഇത് ബട്ടിൽ പോയി. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് വരുന്നത് എന്താണ്? ഷോൾഡർ എന്ന് പറയും. പിക്നിക് ഷോൾഡർ എന്ന് പറയും. പിക്നിക് ഷോൾഡർ. ഇവിടെയാണ് ഒരു ലെഗ് വരിക. ആനിമലിൻ്റെ ഒരു ലെഗ് വരുന്നത് ഈ ഭാഗത്താണ്. എന്നിട്ട് ഇങ്ങനെ പോയി ഇവിടെ ഒരു ലെഗ് കൂടെ വരും. ഓക്കെ, 2 ലെഗ്സ് വരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ബട്ട്, ഷോൾഡർ, ബട്ട് ബോഡ്സ് ആൻഡ് ബട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പർ 1/3 ഓഫ് ദ സ്കിൻഡ് ഷോൾഡർ, 1/3. ബാക്കിയുള്ള 2/3 എന്താണ്? പിക്നിക് ഷോൾഡർ എന്ന് പറയും. എന്താണ്? പിക്നിക് ഷോൾഡർ. പിക്നിക് ഷോൾഡർ ആണ് എന്ത്? നെക്സ്റ്റ് 3rd കട്ട്. ഇനി 4th ആയിട്ട് വരുന്നുള്ളത് ഹാം ആണ്. എന്താണ്? ഹാം എന്ന് പറയും. 4th ആയിട്ട് വരുന്നുള്ളത് ഹാം ആണ്. അതായത് നമ്മുടെ ടെയിൽ ഇവിടെ അല്ലേ വരിക, ഈ ടെയിലും ഈ കാലും വരുന്നുള്ള ഈ ഭാഗമാണ് ഹാം ആയിട്ട് വരുന്നുള്ളത്. എന്താണ്? ഹാം ആയിട്ട് വരുന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഈ ലെഗിൻ്റെ റൈറ്റ് ആംഗിളിലേക്ക് വരുന്നതാണ് ഈ ഹാം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ നടുവിൽ നമുക്ക് കുറച്ചുണ്ടല്ലേ, അതിൻ്റെ ഈ മേലെ ഭാഗം നമ്മൾ ലോയിൻ എന്ന് പറയും, താഴെ ഇതിന് നമ്മൾ ബെല്ലി എന്ന് പറയും, നടുവിലുള്ളത് നമ്മുടെ റിബാണ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? ഹാം എന്ന് പറയുമ്പോൾ ഈ ബാക്കിലുള്ള ഈ ഭാഗമാണ് ഹാം ആയിട്ട് വരുന്നുള്ളത്. പിന്നെ 5th പൊസിഷൻ എന്ന് പറയുന്നത് ലോയിനാണ്. അത് അപ്പർ മിഡിൽ പോർഷൻ, അതായത് ഈ മിഡിൽ പോർഷൻ്റെ അപ്പറായിട്ട് വരുന്നതാണ്. അപ്പർ മിഡിൽ പോർഷനാണ് എന്ത്? ലോയിൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബെല്ലി ഉണ്ട്. എന്തുണ്ട്? ബെല്ലി ഉണ്ട്. അത് ലോവർ മിഡിൽ പോർഷനാണ് അല്ലേ. ബെല്ലി എന്ന് പറയുന്നത് ലോവർ മിഡിൽ പോർഷൻ ബിറ്റ്വീൻ പിക്നിക് ആൻഡ് ഹാം.
ലോവർ മിഡിൽ പോർഷൻ ബിറ്റ്വീൻ പിക്നിക് ആൻഡ് ഹാം. പിക്നിക്കിൻ്റെയും ഹാമിൻ്റെയും നടുവിലായിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ബെല്ലി വരുന്നുള്ളത്. പിന്നെ നമുക്കറിയാം നമ്മുടെ റിബ് റിബ് വരുന്നില്ല അല്ലേ, 6 ഓക്കെ സോറി 7 വരുന്നില്ല റിബ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ജൗളുണ്ടെന്ന് പറഞ്ഞു. ജൗൾ എന്താ പറഞ്ഞാൽ ഒരു ആനിമൽ നമ്മൾ ഫുള്ളായിട്ട് ആനിമൽ എടുക്കുകയാണെങ്കിൽ ആ നെക്കിൻ്റെ അടുത്തേക്ക് അല്ലെ, പിഗിന് ഓർത്ത് നോക്കി അതിൻ്റെ നെക്കിൻ്റെ ആ തലേൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ജൗളായി. പിന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ടിലുള്ള ലെഗ് ഓർത്ത് വെച്ചാൽ മതി. ആ ഫ്രണ്ടിലുള്ള ലെഗിൻ്റെ മേലെ 1/3 എടുക്കുകയാണെങ്കിൽ അത് ബോട്ട്സ് ആൻഡ് ബട്ടായി. ബാക്കിയുള്ള 2/3 പിക്നിക് ഷോൾഡറായി. പിന്നെ ഈ ബാക്ക് സൈഡിൽ നമ്മുടെ ഈ ബാക്കിലുള്ള ലെഗിൻ്റെ 90 ഡിഗ്രി ആംഗിൾ എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഹാമായിട്ട് മാറും. പിന്നെ ലോയിനാണ് ഇവിടെ എന്താണ് അപ്പർ മിഡിൽ പോർഷൻ, മിഡിലുള്ള അപ്പർ പോർഷൻ. ലോവർ ആണെങ്കിൽ അത് ബെല്ലി ആയിട്ട് മാറുന്നു. അതിൻ്റെ രണ്ടിൻ്റെ നടുവിലായിട്ടാണ് എന്ത് വരുന്നുള്ളത്? റിബ് വരുന്നുള്ളത്. അപ്പോൾ ഇതാണ് പിഗ്. അപ്പോൾ ലാമ്പിൻ്റെ കേസിൽ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? നമ്മളതിനെ ഹാഫാക്കി മാറ്റുന്നുണ്ടായിരുന്നില്ല. 4 സൈഡിലും ഹിൻഡ് സൈഡിലും 53%, 47%, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇവിടെ പിഗിൻ്റെ ആകുമ്പോൾ നമുക്ക് 6 കട്ട്. ആദ്യം തന്നെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആക്കി മാറ്റുന്നു. അതിനുശേഷം നമ്മൾ ഓരോ പാർട്ടിനെയും 6 കട്ടാക്കി മാറ്റുന്നു. അതാണ് പിഗിൻ്റെ കേസിൽ. ഇനി പിഗ്, ഇനി എന്താ നമുക്ക് നോക്കാനുള്ളത്? നെക്സ്റ്റ് നമ്മുടെ ബീഫ്. ഇവിടെ എന്ന് പറയുമ്പോൾ സൈഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലാമ്പിൻ്റെ കേസിൽ നമ്മൾ സൈഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ പിഗിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന സൈഡ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റും ലെഫ്റ്റും ആക്കി നോക്കുന്നു. ഈ റൈറ്റ് സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? ക്ലോസ്ഡ് സൈഡ് എന്ന് വിളിക്കും. എന്താണ്? ക്ലോസ്ഡ് സൈഡ് അല്ലെങ്കിൽ കിഡ്നി സൈഡ് എന്ന് വിളിക്കും. ക്ലോസ്ഡ് സൈഡ് അല്ലെങ്കിൽ കിഡ്നി സൈഡ് എന്ന് വിളിക്കും. ഈ ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ഫ്രീ സൈഡ് എന്ന് പറയും. ലെഫ്റ്റ് ഫ്രീ സൈഡാണ്, അല്ലെങ്കിൽ എന്താണ് കിഡ്നി ഫ്രീ സൈഡ് എന്ന് പറയും. സോറി, കിഡ്നി ഫ്രീ സൈഡ്, ഫ്രീ അല്ല, ഓപ്പൺ എന്ന് വിളിക്കും, അല്ലെങ്കിൽ കിഡ്നി ഫ്രീ സൈഡ് എന്ന് വിളിക്കും. അപ്പോൾ റൈറ്റ് ആണെങ്കിൽ ക്ലോസ്ഡ് ആണ്, കിഡ്നി സൈഡാണ്. ഓപ്പൺ ആണെങ്കിൽ ലെഫ്റ്റ് ആണെങ്കിൽ ഓപ്പൺ ആണ്, അതുപോലെ തന്നെ കിഡ്നി ഫ്രീ സൈഡാണ്. എന്നിട്ട് ഈച്ച് സൈഡിനെയാണ് പിന്നെ നമ്മളതിനെ ചെയ്യാൻ പോകുന്നുള്ളത്. എന്താണ്? ഈച്ച് സൈഡിനെയും പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഈച്ച് സൈഡിനെയും പലതരം കട്ട് നമ്മളവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ പറഞ്ഞുതരാണെങ്കിൽ, ഒന്ന് എന്താണ്? റിബ് ആൻഡ് പ്ലേറ്റ്. ഈച്ച് സൈഡിനെ നമ്മൾ കട്ട് ചെയ്യും. റിബ് ആൻഡ് പ്ലേറ്റ്. പിന്നെ ഷാങ്ക് ആൻഡ് ബ്രിസ്ക്കറ്റ്. ഷാങ്ക് ആൻഡ് ബ്രിസ്ക്കറ്റ് ഇത് നിങ്ങൾ എന്തായാലും ചിത്രം നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞതിന് അത്ര ക്ലിയർ ആവാനുള്ള സാധ്യതകൾ കുറവാണ്. എന്താണ്? റിബ് ആൻഡ് പ്ലേറ്റ്സ്, അതുപോലെ തന്നെ ഷാങ്ക് ആൻഡ് ബ്രിസ്ക്കറ്റാണ് ഇവിടെ വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ റിബ് ആൻഡ് പ്ലേറ്റിൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ്? റിബ് ആൻഡ് പ്ലേറ്റിൻ്റെ കേസിൽ വരുമ്പോൾ അത് പറയുകയാണെങ്കിൽ, ഫ്രം ദ പോസ്റ്റീരിയർ പാർട്ട് സെപ്പറേറ്റ് ദ അപ്പർ റിബ് ഫ്രം ദ ലോവർ പ്ലേറ്റ് ബൈ എ സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ കട്ട് ടു ദ ബാക്ക് ബോൺ. അതായത് ഞാൻ നിങ്ങൾക്ക് ചിത്രം വരച്ച് കാണിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ആനിമൽ ഇതിൻ്റെ ഹെഡ് നമ്മൾ റിമൂവ് ചെയ്തല്ലോ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ആനിമലിനെ വരക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും ഇതിൻ്റെ ലെഗ് വരിക. അതിനുശേഷം ഇങ്ങനെ പോയിട്ട് ഇവിടെ ആയിരിക്കും അടുത്ത ലെഗ് വരിക, ഇവിടെ ആയിരിക്കും ടെയിൽ വരിക അല്ലേ? അങ്ങനെയാണ് ആനിമൽ ഉണ്ടാവുക. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും. ലൈറ്റ് ലെഫ്റ്റ് ആയിട്ട് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക, ഈ ഇത് വേണ്ട, ഇവിടുന്ന് ആദ്യം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. നമ്മൾ നേരത്തെ എടുത്തില്ലേ നമ്മുടെ എന്താണ് പിഗിൻ്റെ കേസിൽ ഹാം എടുത്തില്ലേ, അതുപോലെ തന്നെയാണ് ഹാം എടുത്തു. അതുപോലെ ഇവിടെ എന്ത് വരുന്നുണ്ട്? റൗണ്ട് എന്ന് പറയും. എന്താണ്? റൗണ്ട് എന്ന് പറയും. പിന്നെ ഇവിടെ ഇങ്ങനെ വരച്ചാൽ നമുക്കിവിടെ ഈ കാലിൻ്റെ മേലായിട്ട് ബ്രിസ്ക്കറ്റ് വരും. എന്താണ്? ബ്രിസ്ക്കറ്റ് വരും. ഇവിടെ ഷോർട്ട് പ്ലേറ്റ് വരും. ഇവിടെ ഫ്ലാങ്ക് വരും. നമ്മുടെ റിബിനും ഹിപ്പിനും ഇടയിലാണ് ഫ്ലാങ്ക്. അപ്പോൾ ഷോർട്ട് പ്ലേറ്റ്, ബ്രിസ്ക്, ഫ്ലാങ്ക് വന്നില്ലേ? ഇവിടെ ഈ ബ്രിസ്കിനും തൊട്ട് മേലെയായിട്ട് എന്ത് വരും? ചക്ക് വരും. ചക്ക്. പിന്നെ ഈ ഷോർട്ട് പ്ലേറ്റിന് തൊട്ട് മേലെ തന്നെ നമുക്ക് റിബും വരുന്നുണ്ട്, ലോയിനും വരുന്നുണ്ട്. ഇവിടെ സിർലോയിൻ വരുന്നുണ്ട്. സെർലോയിൻ. അങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് കട്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഷാങ്ക്, ബ്രിസ്ക്കറ്റ് അതാണ് ഈ ഒന്ന്. പിന്നെ ഒന്ന് റിബ് പ്ലേറ്റ്. അങ്ങനെ 2 പാർട്ടായിട്ടാണ് നമ്മളതിനെ കട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഷാങ്ക് ഈസ് റിമൂവ്ഡ് ബൈ കട്ടിങ് പാരലൽ ടു ദ അണ്ടർലൈൻ ആൻഡ് ജസ്റ്റ് ഡോർസൽ ടു ദ ലോവർ എക്സ്ട്രിമിറ്റി ഓഫ് ദ ഹ്യൂമറസ്. ആൻഡ് ദ ബ്രിസ്ക്കറ്റ് ഈസ് റിമൂവ്ഡ് ബൈ കണ്ടിന്യൂയിങ് ദ സെയിം കട്ട് ത്രൂ ദ ബ്രസ്റ്റ് ബോൺ ആൻഡ് ലോവർ എൻഡ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. ഇത്രയും പാർട്സാണ് നമ്മൾ ഏതിൻ്റെ കേസിൽ ചെയ്യുന്നുള്ളത്?
ബഫലോൻ്റെ കേസിൽ ചെയ്യുന്നുള്ളത്. പിന്നെ പോൾട്രീൻ്റെ കേസിൽ നമ്മൾ വലിയ ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ബീഫ് മാത്രമാണ് നിങ്ങൾ ഈ പൊസിഷൻ കറക്റ്റ് ഓർത്ത് വെക്കണം. അതെങ്ങനെ ഇപ്പം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളത് ഈ പൊസിഷൻ ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അത്രയേ ഉള്ളൂ. പോൾട്രീൻ്റെ കേസിൽ പറയുമ്പോൾ എന്താണ്, നമുക്ക് ഈ പോർക്കും ബീഫും പോലെയൊന്നും അത്ര വലിയ ഇതില്ല, പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആൾ ചെറുതാണ് അല്ലേ. പോൾട്രി എന്ന് പറയുമ്പോൾ സ്മോൾ സൈസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മളറിയാമല്ലോ, നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയാൽ തന്നെ നമ്മൾ പറയാറില്ലേ ബ്രസ്റ്റ് പീസ്, അതുപോലെ തന്നെ എന്താണ് ഡ്രം സ്റ്റിക്ക്, പിന്നെ ലെഗ് പീസ് നമ്മൾ പറയാറില്ലേ, ലെഗ് തൈ, ഓക്കെ, ലെഗ് പീസ് നമ്മൾ പറയാറുണ്ട്. പിന്നെ വിങ്സ്, പിന്നെ ടെൻഡർ ലോയിൻ, എന്താണ് ടെൻഡർ ലോയിൻ, പിന്നെ എന്താവുന്നു ബാക്കിയത് പോൾട്രി ഹാഫ്സ്. ഓക്കെ, അതായത് നമ്മുടെ ഇപ്പോൾ കോഴി ഉണ്ടെങ്കിൽ നമ്മുടെ കോഴീൻ്റെ നെക്ക് ഭാഗം നമുക്കതറിയാമല്ലോ, നെക്ക് എവിടെ വരിക, ഇവിടെ ഇപ്പോൾ കോഴീൻ്റെ തലയാണെങ്കിൽ ഇത് നെക്ക് ഭാഗമായിട്ട് വരുന്നു. പിന്നെ നമുക്ക് വിങ്സ് അറിയാം, വിങ്സ് അല്ലേ, വിങ്സിൽ ഡൗട്ടൊന്നും വരുന്നുണ്ടാവില്ല. പിന്നെന്താ വരിക, ലെഗ് തൈ, അത് നമ്മുടെ എന്താ ലെഗ് തൈ എന്ന് പറയുന്നത്, ആ ലെഗ് പാർട്ട് വരുന്നത്, അതാണ് ലെഗ് തൈ ആയിട്ട് വരുന്നുള്ളത്. അവിടെ തന്നെയാണ് ഏത് വരുന്നുള്ളത്, ആ തൈൻ്റെ കുറച്ച് ഇവിടെ ആയിട്ടാണ് ഡ്രം സ്റ്റിക്ക് വരുന്നുള്ളത്. ഓക്കെ, ഡ്രം സ്റ്റിക്കും ലെഗിൻ്റെ അടുത്ത് വരുന്നുള്ള ഒരു ഭാഗം തന്നെയാണ്. പിന്നെ ബ്രസ്റ്റ് പീസ് നമുക്കറിയാലോ, ഇതാ ഇവിടെ ഇപ്പോൾ നെക്ക് പീസ് ഇവിടെ ആണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ബ്രസ്റ്റ് പീസ് വരിക. ഇപ്പോൾ ഇതൊരു കോഴിയാണെങ്കിൽ, എൻ്റെ കോഴിയൊക്കെ കണ്ടാലും ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കോഴീനെ വരക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്താൽ ബാക്കി ഇവിടെ ബ്രസ്റ്റ് വരും അല്ലേ, എവിടെ ആയിട്ടാണ് ബ്രസ്റ്റ് വരിക, എവിടെ ആയിട്ടാണ് കാല് വരിക. വിങ്സ് നമുക്കറിയാം, ടെൻഡർ ലോയിൻ, അങ്ങനെ ഡിഫറെൻറ്റ് കട്ട്സാണ് ഏതിൻ്റെ കേസിലുള്ളത്, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചിക്കൻ്റെ കേസിൽ വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫാബ്രിക്കേഷൻ്റെ കേസിൽ നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഫാബ്രിക്കേഷൻ ഓഫ് എന്താണ് പോൾട്രി അടിച്ച ആ ഫിഗർ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ വരച്ചില്ലേ, ഈ വരച്ച പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, കളർഫുള്ളായിട്ട് ഒരു ഫിഗർ കിട്ടും. ശരിക്കും ആനിമലിൻ്റെത് ഇപ്പം ഞാൻ വരച്ച് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് തന്നെ അറിയില്ല, അതുകൊണ്ടാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തത് ചെയ്യാം കേട്ടോ. ഫ്രോഡുലൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. സോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.